നമ്മളെ മയിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മളെ ബാംഗ്ലൂരേക്ക് എല്ലാ ദിവസം 8:30 ഈ ഒരു ബസ്സുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. 7 വർഷമായിട്ട് ഈ ഒരു മയിൽ ബസ് സ്റ്റാൻഡ്, അതായത് കണ്ണൂർ ജില്ലയിലുള്ള മയിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് ബാംഗ്ലൂരേക്ക് സ്ലീപ്പർ ബസ്, സെമി സ്ലീപ്പർ അല്ല ഫുള്ളി സ്ലീപ്പർ, മുകളിൽ കയറി കിടന്നുറങ്ങാൻ പറ്റുന്ന ഈ ഒരു ബസ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നുണ്ട്. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, മിക്കവരും പലർക്കും അറിയായിരിക്കും. പക്ഷേ നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ പോകാൻ വേണ്ടി നമ്മൾ കണ്ണൂർ പോകും. കണ്ണൂർ നമ്മൾ ബസ് ബുക്ക് ചെയ്ത് അവിടുന്ന് പോകും. അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഷ്ടപ്പെട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ബാംഗ്ലൂരേക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള ഈ ഒരു വാർത്ത ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യാണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ചില ആൾ പറയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? എൻ്റെ പേര് ബിജു. ബിജുവിൻ്റെ നാട് എവിടെയാണ്? അപ്പോൾ കലിപ്പുറം അല്ലേ? ഇപ്പോൾ ചേട്ടൻ അങ്ങനെ ബസ് ഇവിടെ നിന്ന് കലിപ്പുറം നിർത്തി കൊണ്ട് വരികയല്ല ബസ്? ഇത് ഒരു വണ്ടി കലിപ്പുറം സ്റ്റാർട്ടിങ്, ഒന്ന് പയ്യന്നൂർ, സ്റ്റാർട്ട് ചെയ്യും, ഒന്ന് വൈറ്റ് ഫീൽഡ്, ഒന്ന് ഇലക്ട്രോണിക് സിറ്റി. അങ്ങനെ ചോദിക്കാത്ത ഒരു ചോദ്യം വെച്ചാൽ ഇത് ആൾക്കാരുണ്ടാവല്ലോ സാറിൻ്റെ ബസ്സിലേക്ക്? നാട്ടുകാരുണ്ടാവും, പഠിക്കുന്ന കുട്ടികൾ എന്തായാലും ഒരു 5-6 ടിക്കറ്റ് ഡെയിലി ഉണ്ടാവും. അതായത് മയിൽ നമ്മളെ പിന്നെ പാടിക്കുന്ന്, അത് കഴിഞ്ഞ് കമ്പല്, കാട്ടമ്പള്ളി, പുതിയൊരു, കണ്ണൂർ ആ റൂട്ട് വഴിയാണ് ബാംഗ്ലൂരേക്ക് എത്തുന്നത് അല്ലേ? രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. 5 മണി. അപ്പോൾ ഓക്കെ. അപ്പോൾ ആൾക്കാർ കിടന്നുറങ്ങിയിട്ടൊന്നും അറിയാണ്ട് അങ്ങോട്ട് പോവാം. ട്രെയിനിൽ കിടന്നുറങ്ങുന്നവരെ പോവാം. എറണാകുളം വണ്ടിയുണ്ട്. എറണാകുളം വണ്ടി ഉണ്ടല്ലേ? എറണാകുളം വണ്ടി വീട്ടിൽ മൈന്നുണ്ടാ? ഇല്ലല്ല, അത് മയിലിലെ ടിക്കറ്റ് നമ്മളിവിടെ പിക്കപ്പ് ചെയ്യും. ഈ വണ്ടി പിക്ക് ചെയ്തിട്ട് ആ വണ്ടിയിലോട്ട് മാറ്റും, കണ്ണൂർക്ക് മാറ്റും. അതായത് അപ്പോൾ കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയി അങ്ങനെ കഷ്ടപ്പെടണ്ട, നേരെ ഇതിൽ കയറി. അതേപോലെ രാവിലെ എറണാകുളത്ത് വരുന്ന മയില തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ അപ്പോൾ പുറപ്പെടും. അപ്പോൾ നമ്മളവിടുന്ന് രാത്രി 8:30 ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ പുറപ്പെടും. തിരിച്ചിവിടെ 10 മണി കലാസിപ്പോടെ ഓഫീസ്. ഇവിടെ 5 മണി 6 മണിക്കുള്ളിൽ ഇവിടെ തിരിച്ച് മയിലെത്തും അല്ലേ? മയിലെത്തും. എറണാകുളത്ത് വരുന്നവർ അതേപോലെ ഉണ്ടെങ്കിൽ കണ്ണൂർ ഓഫീസിൽ നമ്മൾ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും, ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സൗകര്യത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ലേ? അത് നല്ലൊരു സർവീസാണ് കേട്ടോ. എന്തായാലും അറിയാത്ത ആളുകൾ തരട്ടെ. എന്തായാലും ഞാനൊരു യാത്ര എന്തായാലും അടുത്ത് പുറപ്പെടുന്നത്, ബാംഗ്ലൂർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ താങ്ക് യു. ഓക്കെ.